സഹോദരങ്ങളെ, പാപവും പുണ്യവും ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെയൊക്കെ ജീവിതം. ആകാവുന്നതും അരുതായ്മകളും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. നന്മ ചെയ്യുക, തിന്മ തടയുക എന്നത് മറ്റുള്ളവരിൽ എന്നതിനേക്കാൾ അവനവനിലാണ് വേണ്ടത്. നന്മ ചെയ്യുന്നതിനേക്കാൾ പ്രയാസമേറിയതാണ് തിന്മയിൽ നിന്ന് വിട്ടകന്നു നിൽക്കുക എന്നുള്ളത്. മോഹങ്ങളെ, തൻ്റെ ആഗ്രഹങ്ങളെ മെരുക്കിയെടുക്കാൻ ആരാധനകൾ നിർവഹിക്കുന്നതിനേക്കാൾ ഈമാൻ നമുക്ക് ആവശ്യമുണ്ട്. രണ്ടിലും വിജയിക്കുമ്പോൾ ഇസ്ലാമിക വ്യക്തിത്വം നമുക്ക് പൂർത്തിയാകുന്നു. പാപം ചെയ്യരുത് എന്നതിനേക്കാൾ തൗബ ചെയ്യുക എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. അലങ്കാരവും ആനന്ദവും ഒക്കെ ഏറെ ഉണ്ടായിട്ടും തിന്മകളോട് സമരം ചെയ്തുള്ള സർവ്വ തിന്മകളിൽ നിന്നും വിട്ടകന്ന് നിന്നുള്ള ജീവിതമാണ് റബ്ബ് നമ്മോട് ആവശ്യപ്പെടുന്നതും. ചെയ്തു പോയ ചിലതും മാത്രമല്ല, ചെയ്യാതെ പോയ ചിലതും പാപങ്ങളാണ്. അഥവാ സ്വഭാവമല്ലാത്തതെല്ലാം പാപങ്ങളിൽ ഉൾപ്പെടും. ചെയ്തതും പറഞ്ഞതും ആഗ്രഹിച്ചതുമെല്ലാം അതിൽപ്പെടുന്നു. വിചാരങ്ങൾ പോലും വിചാരണ ചെയ്യുമെന്ന വിശുദ്ധ ഖുർആനിന്റെ താക്കീത് വിശ്വാസികളായ നാം എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. മനസ്സ് ശുദ്ധമാകുന്നതോടെ, നമ്മുടെ ഹൃദയം നന്നാവുന്നതോടെ നമ്മൾ ചെയ്യുന്ന സർവ്വകർമ്മങ്ങളും ശുദ്ധമാകുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട്. സൂറത്തു സോഫാത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നു. ഇത് ജാഅ റബ്ബുഹു ബിഖൽബിൻ സലീം. നിഷ്കളങ്ക ഹൃദയം, ശുദ്ധ ഹൃദയം വിശ്വാസിക്ക് ലഭിക്കുന്ന വിജയമാണ് എന്നുള്ളത്. അത്തരമൊരു ഹൃദയത്തിലേക്കുള്ള വളർച്ചയാകണം നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും. കൽബുൻ മുനീബ്, മടങ്ങുന്ന ഹൃദയം, പശ്ചാത്തലത്തിലൂടെ പരിശുദ്ധരാകുന്നവരുടെ ഹൃദയമാണത്. കറകളെയെല്ലാം കഴുകിക്കളയുന്ന തൗബയുടെ വസ്ത്രമണിഞ്ഞവർ, ചെയ്ത തിന്മയിലേക്ക് ജീവിതാന്ത്യം വരെ തിരിച്ചു പോകാത്ത നിഷ്കളങ്കമായ തൗബ ചെയ്യുന്നവർ, തൗബത്തുൻ നസൂഹ, നന്മകളാൽ മുന്നേറിയവരായിരിക്കും അവർ. ശാന്തി നേടിയ ആത്മാവ് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ അത്തരക്കാരെ ഉദ്ദേശിച്ച് പറയുന്നുമുണ്ട്. പശ്ചാത്തലത്തെ പരിഗണിക്കാതെ തിന്മകൾ മുഴുകി ജീവിക്കുന്നവരാണെങ്കിലോ അത്തരക്കാർക്ക് ഇരു ലോകത്തും പരാജയമാണ് ഉണ്ടാവുക. തൗബയുടെ അനിവാര്യ ഘടകങ്ങളിൽ പെടുന്നതാണ് ആത്മാർത്ഥമായ ഖേദം എന്നുള്ളത്. തൗബയുടെ വചനങ്ങളിലേക്കാൾ പ്രധാനമാണ് തൗബയുള്ള ഒരു മനസ്സ്. സ്നേഹധന്യനായ ഉപ്പയെ ഒരിക്കലും മകൻ ധിക്കരിക്കില്ലല്ലോ. ഉപ്പ കാണുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകളെയും കൽപ്പനകളെയും അവൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് ഭയം കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. അള്ളാഹുവിന്റെ സ്നേഹം തിരിച്ചറിയുമ്പോൾ ഒരിക്കലും അവനെ ധിക്കരിക്കില്ല. വല്ലതും ജീവിതത്തിൽ വന്നു പോയാലോ മനസ്സ് നിറഞ്ഞ് റബ്ബിനോട് മാപ്പിരക്കുകയും ചെയ്യും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, നബിയെ, ജനങ്ങളിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൃത്തിയുള്ള ഹൃദയവും സത്യസന്ധമായ നാവുമുള്ളവർ. വിശ്വാസികളായ നാം എപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ മുനീബൻ വ ഖൽബൻ സലീമൻ വ അസ്അലുക ലിസാനൻ സാദിഖൻ എന്നുള്ളത്. കാലം വരുത്തിയ കളങ്കങ്ങളെയൊക്കെ തുടച്ചു കളഞ്ഞ് തെളിച്ചം വരുത്താനാണ് തൗബയുടെ വഴി. സർവ്വവാതിലുകളും അടഞ്ഞാലും തൗബയുടെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കും. നമ്മുടെ തൗബ കാത്ത് കൈനീട്ടിയിരിക്കുകയാണ് കാരുണ്യവാനായ റബ്ബ്. റമളാൻ തൗബയുടെ മാസമാണ്. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ കറകളെയും കഴുകി തുടച്ച് നന്മകൾ മുന്നേറുവാൻ ആയുസ്സും ആരോഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ.